ചൂടിൽ കുടുംബസമേതം കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ ഫാമിലി ഡ്രാമയാണ് വിപിൻ ദാസ് യൂണിവേഴ്സിലെ പുതിയ ചിത്രം വാഴ 2. ഇങ്ങനെ പറയാൻ കാരണങ്ങളും ഏറെയാണ്. സൗഹൃദം, സാഹോദര്യം, കൗമാര പ്രശ്നങ്ങൾ എന്നിവയും പ്രണയത്തിൽ തുടങ്ങി പാരന്റിങ്ങും ലഹരി ഉപഭോഗവും വിദേശ രാജ്യങ്ങളിലേക്കുള്ള മലയാളി വിദ്യാർത്ഥികളുടെ കുടിയേറ്റ പ്രശ്നങ്ങളും വെറും 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ സസൂക്ഷ്മം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇൻസ്റ്റാ റീൽസ് താരങ്ങളായ ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ദേവരാജ് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. നവാഗതനായ സവിൻസ സംവിധാനം ചെയ്ത ചിത്രം സമീപകാലത്ത് തമിഴിലും മലയാളത്തിലും പരീക്ഷിച്ച് വിജയിച്ച കോമഡി ഡ്രാമ ഫോർമുല തന്നെയാണ് പിന്തുടരുന്നത്. ഹ്യൂമറിൽ തുടങ്ങി ഇമോഷണൽ ഡ്രാമയിലൂടെ കടന്ന് ശുഭാന്ത്യം പ്രാപിക്കുന്നു സിനിമ അവസാനിക്കുന്നയിടത്തു നിന്നും അനേകം ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിന്തകളും മനസ്സിൽ ചില്ലുപോലെ തുളച്ചു കയറുന്നു എന്നതാണ് വസ്തുത. ചിത്രത്തിൽ ഒരു മനുഷ്യജീവിതത്തിലെ എല്ലാ തലങ്ങളും എഴുത്തുകാരൻ പറഞ്ഞു പോകുന്നുണ്ട്. അത് ജനനം മുതൽ മരണം വരെ എന്ന തലത്തിൽ പല മനുഷ്യരെയും പല ഛായത്തിൽ വരച്ചു ചേർത്താണ് വെക്കുന്നത്. അത് തന്നെയാണ് എല്ലാ പ്രായക്കാർക്കും സിനിമ ഒരുപോലെ റിലേറ്റ് ചെയ്യാൻ സാധിച്ചത്. അൽഫോൺസ് പുത്രന്റെ കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാ തലത്തിലും സമൂഹത്തിൽ ഉയരേണ്ട ചോദ്യമാണെന്ന് തോന്നിപ്പോകും. അതേസമയം തന്നെ വിജയ് ബാബു അവതരിപ്പിക്കുന്ന അധ്യാപകന്റെ കഥാപാത്രത്തെ ചൊല്ലി ഇന്ന് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ചർച്ചകൾ ഉയരുകയാണ്. നായകൻ സിനിമയിൽ വേലു നായ്ക്കരുടെ കൊച്ചുമകൻ ചോദിക്കുന്നത് പോലെ നീങ്ക നല്ലവരാ കെട്ടവരാ എന്ന തലത്തിലാണ് അത്. അതിശക്തമായ പശ്ചാത്തല സംഗീതവും വരികളും എഡിറ്റിംഗിലെ പുതിയ ഭാവവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിപിൻ ദാസ് ആണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് ഗ്യാങ്ങും അവരുടെ കൗമാര പ്രണയവും സൗഹൃദവും അവർ എത്തിപ്പെടുന്ന പ്രശ്നങ്ങളുമൊക്കെയായി സംഭവ ബഹുലമാണ് ആദ്യ പകുതി. പിന്നീട് അങ്ങോട്ട് രണ്ടാം പകുതിയിൽ പതിയെ ഇമോഷണൽ ഡ്രാമയിലേക്ക് ട്രാക്ക് മാറ്റുന്നുണ്ട്. വൈകാരിക മുഹൂർത്തങ്ങളുടെ പുരോഗമിക്കുന്ന സമയത്ത് സിനിമ ഒരല്പം നാടകീയമായി മാറുന്നുണ്ടെങ്കിലും ക്ലൈമാക്സിൽ അത് വീണ്ടും ശക്തി പ്രാപിക്കുന്നു. കോമഡി, ഇമോഷണൽ രംഗങ്ങളിൽ ഹാഷിർ ഒരുപോലെ സ്കോർ ചെയ്യുന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. രണ്ടാം പകുതിയിൽ കാഴ്ചക്കാരുടെ കണ്ണു നിറയുമ്പോൾ വാഴ 1 ടീം നടത്തുന്ന സർപ്രൈസ് എൻട്രി തന്നെയാണ് ക്ലൈമാക്സിലെ പഞ്ച്. ക്ലൈമാക്സിൽ അപൂർണത അനുഭവപ്പെടുമ്പോഴും വാഴ 1 ടീമിന്റെയും വാഴ 2 ടീമിന്റെയും സമാഗമത്തിലൂടെ മൂന്നാം ഭാഗത്തേക്ക് സൂചന നൽകിയാണ് സിനിമ അവസാനിക്കുന്നത്.